സെയിം നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, ഒരു ഹായ് വിട്ടോ കേട്ടോ. ആർക്കെ പറഞ്ഞെന്നും ആർക്കാണ് സംഭവം മനസ്സിലായത് കൊള്ളുന്നവർക്ക് കൊള്ളിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ആദ്യം അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളും അവനവൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളും അവനവൻ്റെ മക്കളുടെ കാര്യങ്ങളും അവനവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യങ്ങളും തിരക്കുക, സ്വന്തമായിട്ട് ലൈവിട്ട് പോവുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാണ്ട്. ബിജിയുടെ റൂമിൽ ആരൊക്കെ വന്നു, ബിജിന് ആരൊക്കെയാണ്, ബിജിയുടെ സ്പോൺസർ ആരാണ്, ബിജിയുടെ കൂടെ ഉള്ള ബിജിക്ക് ഇന്ന് വെടിവെച്ചോ, ബിജിന്ന് കുളിച്ചോ, എന്ന് ബിജിയുടെ അടുത്ത് പോയെന്ന് ചോദിക്കേണ്ട അവകാശം ഈ കൂടുതൽ ടിക്കറ്റിൽ ഒരു പുറമാർക്കൂല പൂറികൾക്കില്ല. ഓക്കെ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ആർക്കാ കൊള്ളണമെന്ന് വെച്ചാൽ കൊണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കാര്യം ചോദിച്ചിട്ട് ആരും നടക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവനവൻ്റെ കാര്യം നോക്കി അന്വേഷിക്കും. ബിജിയുടെ പിന്നാലെ ആരാണോ ഉള്ളത്, ബിജിയുടെ ബോയ് ഫ്രണ്ട് ആരാ, പ്രവാസി പ്രവാസി സത്യം. മറ്റുള്ളവർക്ക് ടിക്ടോക്കിൽ ബിചേച്ചി ഇന്ന് വെടിവെച്ചോ, ബിചേച്ചിനെ ആരാ സ്പോൺസർ ചെയ്തത്, ബിചേച്ചിയുടെ ബർത്ത്ഡേ എന്താ ആഘോഷിക്കാതെ, ബിജിയുടെ സ്പോൺസർ ആയിട്ട് ആളുടെ ഒറിജിനൽ നെയിം എന്താ, ഇന്ന് ബിജിയുടെ അടുത്ത് പോയിനോ, ഇന്ന് ബിജിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തീനോ, ഇതൊക്കെ തിരക്കി ഇവന്മാരാരാ? എനിക്ക് പല ഫ്രണ്ട്സുകളുണ്ട്, പലവരും എന്നെ ഹെൽപ്പ് ചെയ്യും, പലരും എൻ്റെ അടുത്ത് വരും, പലരും എൻ്റെ കൂടെ കിടക്കുകയും ചെയ്യും. അത് നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നേ? എന്തിനാ മറ്റുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കുന്നേ? കൊള്ളണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് നിങ്ങളൊക്കെ എവിടെ പോയാൽ വെടിവെക്കണം ഞാൻ ചോദിക്കാൻ വരാറുണ്ട്. ഇല്ല പിന്നെ ബിജി ഇനി മേലിത് ആവർത്തിക്കരുത്. എന്നെ പരിക്ക് ഒരുപാട് ആണുങ്ങളായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചിലർ അവരെനിക്ക് അരി മേടിച്ചു തരും, പച്ചക്കറി മേടിച്ചു തരും, ചിലപ്പോൾ എനിക്ക് 500 തന്നിട്ട് പോകും. ചിലപ്പോൾ എൻ്റെ സ്പോൺസർ ആയിരിക്കും, ചിലപ്പോൾ എൻ്റെ റൂം റെന്റിന് പകുതി തരും. ഇതൊക്കെ അറിയേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ? എൻ്റെ കൂടെ ഉള്ളവർ ആരാണ്, അവൻ്റെ ഫേക്ക് ഐഡിയുടെ ഒറിജിനൽ നെയിം എന്താണ്, അവൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നു, അവൻ്റെ വൈഫ് എന്ത് ചെയ്യുന്നു, അവൻ്റെ ജോലി എന്താണ്, ഇതൊക്കെ തിരക്കാൻ വേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? എന്നെ പലരും ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടാക്കും. ഇല്ല പിന്നെ ഇനി ഞാൻ ഇത് ആവർത്തിക്കട്ടെ, എല്ലാത്തിനും മുഖം മൂടി ഞാൻ വലിച്ചു. ഇനി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അറിയട്ടെ. ബിജിക്ക് പല ആണുങ്ങളും കാണും. വിശാനെ ബിജിയുടെ ബിബിയേട്ടനെ കുറിച്ച് തിരക്കാൻ വേണ്ടിയിട്ട് ഒരു ഊള. അയാളുടെ ഒറിജിനൽ നെയിം എന്താ, അയാൾ എന്താ ബിജിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്നത്, എന്തൊക്കെ അറിയണം. അവനൊരു കാര്യം നിൽക്കി കിടക്കും. മഷി ഇട്ടാൽ പോലെ അയാളെ ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെയാണ് ആളുടെ പിന്നാലെ കിടക്കുക. ആളുടെ പിന്നാലെ അല്ല, ഒരു വേട്ടാ പണി. എനിക്ക് പിന്നാലെ എപ്പോഴാണ് ഇടറ അടിക്കാതൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇത് ലാസ്റ്റ് പണിന്നാ. എന്നെ കുറിച്ച് തിരക്കേണ്ട ആവശ്യം ആർക്കുമില്ല. അല്ല ബട്ടറോ, സത്യമല്ല ബട്ടർ, കുറേ ഊളകളുണ്ട്. അവരൊക്കെ ആരെ പൂറ്റിലെ വെടിവെക്കാൻ പോകണം, നമ്മൾ അന്വേഷിക്കാൻ പോകുന്നുണ്ടാവും. ഇന്ന് ഏത് സ്പായില പോയേ, ഇന്ന് ഏത് പെണ്ണ പൂറ്റിലെ വെടിവെക്കാൻ പോയേ, ഇന്ന് എന്താ ചോറുണ്ട്, ഇന്ന് എന്തത്. അതെ, നമ്മൾ ഒരാളെ അന്വേഷിക്കുന്നില്ലോ. പിന്നെ ബിജിച്ചേച്ചിയുടെ കാര്യം അന്വേഷിക്കണം. ആൾക്ക് ഉറക്കം വരും. ലൈവ് കണ്ടുപോയാൽ പോരെ ഇവർക്കൊക്കെ. അതല്ല, ഞാൻ ഡെയിലി ഒരിക്ക വരൂല കറങ്ങാൻ പോവാൻ. ഞാൻ ബിജി നാരുടെ കൂടെ പോയേ, നിക്ക എന്തെങ്കിലും ചിലവാക്കിയോ, ബിജിക്ക് പൈസ കൊടുത്തു, ഇതൊക്കെ അറിയണ ആൾക്കാർക്ക്. ഞാൻ ഒരാളെ കൊണ്ട് ചിലവാക്കിക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുള്ളപ്പോൾ ഞാനെന്തിനാ മറ്റുള്ളവരോട് ചിലവാക്കിക്കണം? എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ, എൻ്റെ സോപ്പ്, പല്ല് തേക്കണ പേസ്റ്റ്, ഷാമ്പു, ഇതൊക്കെ ഞാൻ തന്നെയാണ് മേടിക്കുന്നത്. ഇന്നലെ ഞാൻ പോയിട്ടാണ് 150 രൂപയുടെ സാധനങ്ങൾ മേടിച്ചത്. ഞാൻ ഒരുത്തനെ ഇത് പിഴുതെടുത്തിട്ടല്ല, എൻ്റെ കയ്യിൽ പൈസ കൊടുക്കിയിട്ടാണ് ഞാൻ സാധനം മേടിച്ചത് എൻ്റെ റൂമിലേക്ക്. യെസ്, പിന്നെ അല്ലാണ്ട് എൻ്റെ കയ്യിൽ അത്ര പൈസ ഇല്ലാത്തപ്പോൾ മാത്രമേ എനിക്ക് അതിന് മേടിച്ചെടുത്തുള്ളൂ. എനിക്ക് ആരൊന്നും വേണ്ട. കൊള്ളുന്നവർ കൊണ്ടിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ആള് ജോയിൻ്റ് ആയി, അതാ ഞാൻ പറയാൻ കാരണം. ബിജിയുടെ കാര്യം ചോദിച്ചു കൊടുക്കുന്ന മൈ അയാളിവിടെ ജോയിൻ്റ് ആയപ്പോഴാണ് എത്ര പറഞ്ഞത്, ആള് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടോ? നമ്മളിവിടെ ഒരാളുടെ പേര് കൊള്ളുണ്ടാനും കണ്ടിട്ടുണ്ട്, അത്ര മതി. നമ്മൾ ആരെ പേരൊന്നും പറയണ്ട. അറിയുന്ന ആൾക്ക്, അറിയാവുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബിജി നാഷണൽ ഡേ ആണോ? പോയില്ല എവിടെയും. അതെ,
സൈഡായോ? ഞാനൊന്ന് കുടിച്ചില്ല, എനിക്കൊന്ന് മൂഡ് ഓഫാ. ബ്രാ കാണിക്കുമോ? എന്താ ബിജിമോളെ പ്രശ്നം? ഒന്നുമില്ല. മൂല കാണുന്നുണ്ട്, പെണ്ണുങ്ങളായ കുറച്ചൊക്കെ കാണും. താങ്ക് യു. വയ്യ വിജി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ വലുതായെങ്കിൽ വല്ലയിടത്ത് വല്ല സ്പായിൽ പോയി കുത്തി വെള്ളം കളച്ചില്ല. വലുതായെങ്കിൽ ഇല്ല. പിന്നെ വലുതായി ഒന്നും വേണം വിട, ഒന്നും എവിടെയെങ്കിലും പോയിട്ട് 150 കൊടുത്തിട്ട് കുത്തിക്കേറ്റ് വെള്ളം കളയും. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വായിൽ ഒഴിച്ച് കളച്ചില്ല. എന്നോട് പറയണതിന് നിന്റെ അണ്ടി പൊന്തിങ്ങില്. ഹാപ്പി ബർത്ത്ഡേ ബിജിമോളൊക്കെ കഴിഞ്ഞു. കുറച്ച് നീങ്ങി കിടക്കും, ഞാനും കൂടെ ഒന്ന് കിടക്കട്ടെ. അന്ന് കുടിച്ചിട്ട് നിന്നാ മുല വായിൽ വെച്ചുതരാം, വാ. ജമ്മു എവിടെ? മെട്രോ. അപ്പുവേ വിജി ഇന്ന് കളിപ്പിലാണല്ലോ. പിന്നെ എപ്പോഴും ഒരേ മൂടായിട്ടിരിക്കുവോ? ജമ്മു ഒന്നിലാ വന്നായിരുന്നു, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ മോളെ ഞാൻ ഗർഭിണിയാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെ കുറിച്ച് ടെൻഷനിലാണ്. വിജിയുടെ അണ്ടി, എനിക്ക് അണ്ടിയില്ല, എനിക്ക് സാമാനമുള്ള. ഉറങ്ങാൻ വേണം, നല്ല ഉറക്കത്തേക്ക് നിന്ന് അക്ക വരുന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നാണല്ലോടാ.